അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 4-ാം ക്ലാസ്സിലെ കുട്ടികളെ, ആദ്യത്തെ പരീക്ഷ ഫിഖ് ആണ്. പുസ്തകം മുഴുവനും പരീക്ഷയ്ക്ക് ഉണ്ടാകും. അരക്കൊല്ല പരീക്ഷ വരെയുള്ള 11 പാഠങ്ങളുടെ റിവിഷൻ നമ്മൾ ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി 12ാമത്തെ പാഠം മുതലാണ് റിവിഷൻ ചെയ്യാനുള്ളത്. ഞാനിപ്പോൾ തൽക്കാലം 12ാമത്തെ പാഠം മാത്രമേ റിവിഷൻ ചെയ്യുന്നുള്ളൂ. പിന്നീട് സൗകര്യത്തിനനുസരിച്ച് ചെയ്യും. ഇൻഷാ അള്ളാ പഠിച്ചോന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ചെയ്യുക. കാരണം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചെയ്ത അതേ ഒരു ഉഷാറിൽ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരും ദ്വാരിക്കുക. ഇൻഷാ അള്ളാ നമ്മളിപ്പോൾ 12ാമത്തെ പാഠം നോക്കുന്ന അർക്കാനുസ് സ്വലാത്ത് അല്ലേ. അർക്കാനുസ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഫർളുകൾ. നിസ്കാരത്തിന്റെ ഫർള് എല്ലാവർക്കും അറിയാം, 14 ഫർളാണ്. അതിൽ 6 ഫർള് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നിസ്കാരത്തിന്റെ 7ാമത്തെ ഫർളാണ് 2 സുജൂദ് ചെയ്യൽ. 2 സുജൂദ് ചെയ്യൽ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സുജൂദ്, അതിൻ്റെ ഉത്തരം പഠിക്കണം. 2 കാൽമുട്ടുകൾ, 2 മുൻകൈകളുടെ പള്ള, അതെന്ന് പറഞ്ഞാൽ ഇതാണ് മുൻകൈൻ്റെ പള്ള. പിന്നെ നെറ്റി, 2 കാൽ വിരലുകളുടെ പള്ള എന്ന് പറഞ്ഞാൽ നമ്മളെ കാലിൻ്റെ വിരലിൻ്റെ അടിയിൽ എവിടെ ഉണ്ടാണ് അതാ സ്ഥലം. പിന്നെ എന്നിവ നിലത്ത് വെക്കലാണ് സുജൂദ്. അപ്പൊ അതൊക്കെ നിലത്ത് വെക്കാം. അപ്പൊ നമ്മൾ സുജൂദ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നിസ്കാരം പഠിച്ചതാണല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും സുജൂദ് അറിയാം, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഇത് കണ്ടില്ലേ, എന്തൊക്കെ വെക്കും? നെറ്റിയുണ്ട്, 2 കൈയിന്റെ പള്ളകളുണ്ട്, കാൽ വിരലുകളുടെ പള്ള കണ്ടില്ലേ, അതാണ് വെക്കുന്നത്. പിന്നെ 2 മുട്ടും. അപ്പൊ എന്തൊക്കെയാ വെക്കുന്നത് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. 2 കാൽമുട്ടുകൾ, 2 മുൻകൈകളുടെ പള്ളകൾ, നെറ്റി, 2 കാൽ വിരലുകളുടെ പള്ള എന്നിവ നിലത്ത് വെക്കുക. ഇത് പഠിക്കാൻ കാൽമുട്ടുകൾ, പിന്നെ 2 കാൽ വിരലുകളുടെ പള്ള, കാലിന്റെ 2 ആദ്യം പഠിക്കുക. ഏതൊക്കെ? 2 കാൽമുട്ടുകളും 2 കാൽ വിരലുകൾ പള്ള, അത് രണ്ടും എന്തിൻ്റെ ആണ്? കാലിൻ്റെ ആണ്. പിന്നെ 2 മുൻകൈകളുടെ പള്ള, പിന്നെ നെറ്റി, ഇവ നിലത്ത് വെക്കലാണ് സുജൂദ്. അപ്പൊ വ്യക്തമാക്കാന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടാവും നമുക്ക്, വ്യക്തമാക്കാം. അപ്പൊ അതിൽ സുജൂദ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സുജൂദിന്റെ ഉത്തരം നമ്മൾ എഴുതണം. അടുത്ത്, ഓരോ റക്അത്തിലും 2 സുജൂദ് ചെയ്യണം. സുജൂദിലേക്കുള്ള കുനിയൽ മറ്റു ആവശ്യം. ഇവിടെ നമ്മൾ സുജൂദിൽ നിർബന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്താണ്? സുജൂദിലേക്കുള്ള കുനികൾ മറ്റു ആവശ്യത്തിന് ആവരുത്, മറ്റു ആവശ്യത്തിനല്ലാതിരിക്കുക. 2 നെറ്റിയിൽ മറയില്ലാതിരിക്കുക. 3 തലയുടെ ഭാരം നിലത്ത് ഊന്നുക. 4 തലയേക്കാൾ ചന്തി ഉയർത്തുക. പിന്നെ 5 7 അവയവങ്ങൾ ഒരേ സമയത്ത് നിലത്തുണ്ടായിരിക്കുക എന്നിവ നിർബന്ധമാണ്. അപ്പൊ സുജൂദിൽ നിർബന്ധമായ 2 കാര്യങ്ങൾ എഴുതുക എന്ന് നിങ്ങളോട് പരീക്ഷയ്ക്ക് വരും. അപ്പൊ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? നിങ്ങൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി ചൊല്ലുക എന്നൊന്നും എഴുതിയാൽ ഉത്തരം ശരിയാവില്ല. അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. അപ്പൊ നിർബന്ധമുള്ള കാര്യം ഈ 5 കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ഏറ്റവും എളുപ്പമുള്ളത് പഠിച്ചാൽ മതി. എന്താ? നെറ്റിയിൽ മറയില്ലാതിരിക്കുക. അത് നമുക്കറിയാലോ അല്ലേ. നെറ്റി നമ്മൾ നിലത്ത് വെക്കുന്ന സമയത്ത് നമ്മളെ നെറ്റിയിൽ വല്ല പ്ലാസ്റ്ററോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ്റൂല. അപ്പൊ ഒന്നാമത്തെ ഇത് പഠിക്കുക, ഇത് എളുപ്പമുണ്ട്. നെറ്റിയിൽ മറയില്ലാതിരിക്കുക. പിന്നെ തലയുടെ ഭാരം എന്ന് പറഞ്ഞാൽ തലയുടെ കനം നിലത്ത് ഊന്നുക എന്ന് പറഞ്ഞാൽ നിലത്ത് നല്ലോണം പ്രസ് ചെയ്യണം. ഇങ്ങനെ ടച്ച് ചെയ്ത പോലെ ഇങ്ങനെ നിന്നാ പോരാ. എന്ത് ചെയ്യണം? ശരിക്കും ഇങ്ങോട്ട് അമർന്നണം. അപ്പോൾ 2 പഠിച്ചു. നെറ്റിയിൽ മറയില്ലാതിരിക്കുക, തലയുടെ ഭാരം നിലത്ത് ഊന്നുക. പിന്നെ സുജൂദിൽ 7 അവയവങ്ങൾ വെക്കണം എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അത് 3 പഠിക്കുക. 7 അവയവങ്ങളും ഒരേ സമയത്ത് നിലത്തുണ്ടായിരിക്കുക. അപ്പൊ 3 അപ്പൊ തന്നെ പഠിച്ചല്ലോ. ഇപ്പൊ 2 എഴുതാനോ 3 എഴുതാനൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉള്ളൂ. മറ്റുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എളുപ്പമുള്ളത് പഠിക്കാം. 7 അവയവങ്ങളും ഒരേ സമയത്ത് നിലത്തുണ്ടായിരിക്കുക. ഇതാണ് എന്ത് സുജൂദിന്റെ നിർബന്ധമായ കാര്യങ്ങൾ. അടുത്തത് സുജൂദിലെ സുന്നത്ത്. അപ്പോൾ ഇനി ഇങ്ങനെയും വരാം. സുജൂദിലെ ഫർളും സുജൂദിലെ സുന്നത്തും വേർതിരിക്കാൻ, ഗ്രൂപ്പാക്കാൻ, അങ്ങനെയും വരാം. അപ്പൊ സുജൂദിലെ സുന്നത്ത് എന്തൊക്കെയാണ്? ഒരു കാര്യം നമുക്കറിയാം, സുജൂദിൽ ചെല്ലേണ്ട ദിക്ർ നമുക്ക് എല്ലാവർക്കും അറിയാം. സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലുക. നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഒന്നാമത്തെ സുന്നത്ത് അതന്നെ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി ബാക്കി 2 പഠിച്ചാൽ മതി. മൂക്ക് നിലത്ത് വെക്കും. മൂക്ക് നിലത്ത് വെക്കണ്ടേ? വെക്കണ്ട. മൂക്ക് നിലത്ത് വെക്കൽ നിർബന്ധമല്ല. ഇവിടെ നമ്മൾ മൂക്ക് നിലത്ത് വെക്കണം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ മൂക്ക് നിലത്ത് വെക്കാതെ
സുജൂദ് ചെയ്താലും സുജൂദ് ശരിയാവും. പക്ഷെ മൂക്ക് നിലത്ത് വെക്കൽ എന്താണ്? സുന്നത്താണ്. അടുത്ത് മുൻകൈ വിരലുകൾ നിവർത്തി ചുമലിന്റെ നേരെ കിബിലക്ക് മുന്നിടിയിച്ച് വെക്കുക. അതായത് മുൻകൈ വിരലുകൾ പറഞ്ഞാൽ ഈ വിരലുകൾ നേരെ കിബിലക്ക് മുന്നിടിച്ച് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കരുത്, അതുപോലെ ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ ഒന്നും ആവരുത്, ഇങ്ങനെ തന്നെ ആവണം. അതാണ് പറയുന്നത്. മുൻകൈ വിരലുകൾ നിവർത്തി ചുമലിന്റെ നേരെ കിബിലക്ക് മുന്നിടിച്ചു വെക്കുക. അപ്പോൾ മൂക്ക് നിലത്ത് വെക്കുക, സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദി 3 തവണ ചൊല്ലുക. അപ്പൊ ഈ മൂക്ക് നിലത്ത് വെക്കുക ഫർളാണോ സുന്നത്താണോ നല്ലോണം ഓർത്തു വെക്കണം. കാരണം അത് എല്ലാ കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉള്ളതാണ്, അത് ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ മൂക്ക് നിലത്ത് വെക്കുക എന്നുള്ളത് സുന്നത്താണ്. അടുത്തത് നമ്മൾ 8ാമത്തെ ഫർളിലേക്ക് പോവുകയാണ്. 2 സുജൂദുകൾക്കിടയിൽ ഇരുത്തം. അപ്പോ ഓരോ ക്രമം നമുക്ക് ഓർമ്മ വേണം. 7 എന്തായിരുന്നു? 2 സുജൂദ് ചെയ്യൽ. 8 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കൽ. ഇടതുകാൽ പരത്തി വെച്ച് അതിന്മേൽ ഇരിക്കുകയും വലതുകാൽ നാട്ടിവെക്കുകയും ചെയ്യണം. ഇതിന് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ സാധാരണ നിസ്കരിക്കുമ്പോൾ ഇരിക്കാറുണ്ട്. പല കുട്ടികളും പല കോലത്തിലാണ് ഇരിക്കാറുള്ളത് അല്ലെ. എന്നാൽ ശരിക്കും ഇവിടെ ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞ ഇരുത്താണ് പറഞ്ഞത്. എന്താണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം? ഇതാ കണ്ടില്ലേ നിങ്ങൾ, ഈ കുട്ടിയുടെ ഇടത്തെ കാല് ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ, എന്നിട്ട് വലത്തെ കാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അല്ലേ. അപ്പൊ ഈ ഇടത്തെ കാലുമ്മലാണ് കുട്ടി ഇരിക്കുന്നത് അല്ലെ. ഇതിനാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ എന്താ? ഇടതുകാൽ കണ്ടില്ലേ പരത്തി. അപ്പൊ ഇടതുകാൽ പരത്തി വെച്ച് അതിന്മേൽ ഇരിക്കുകയും, അപ്പൊ ഇത് നമ്മൾ വേഗം പഠിച്ചു. എന്താ? ഇടതുകാൽ പരത്തി വെച്ച് അതിന്മേൽ ഇരിക്കുക, വലതുകാൽ നാട്ടിവെക്കുകയും ചെയ്യണം. ഇതിനാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. പഠിച്ചില്ലേ? ഇടതുകാൽ പരത്തി വെച്ച് അതിന്മേൽ ഇരിക്കണം, വലതുകാൽ നാട്ടിവെക്കുകയും ചെയ്യണം. ഇതിനാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. ഇനി നിസ്കാരത്തിലെ എല്ലാ ഇരുത്തവും ഈ ഇരുത്തം തന്നെയാണ്. ഒരു ഇരുത്തം മാത്രം വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാ ഇരുത്തവും ഇതന്നെ ആയിരിക്കും. അതേതാണ്? ഒരു ഇരുത്തം മാത്രം. അതേതാ? അവസാനത്തെ അത്തഹിയ്യാത്തിലൊഴികെ. അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല. ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല. അവസാനത്തെ അത്തഹിയ്യാത്ത് ഒഴികെ എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തം തന്നെയാണ് വേണ്ടത്. ഇവിടെ പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത കൂടുതലാണ്. അവസാനത്തെ അത്തഹിയ്യാത്ത് ഒഴികെ എല്ലാ ഇരുത്തത്തിലും ഡാഷ് എന്താ? ഇഫ്തിറാഷിന്റെ ഇരുത്തം തന്നെയാണ്. അല്ലെങ്കിൽ ഡാഷ് അത്തഹിയ്യാത്ത് ഒഴികെ, അല്ലെങ്കിൽ ഡാഷ് എല്ലാ ഇരുത്തത്തിലും. അപ്പൊ എന്താ? അവസാനത്തെ അത്തഹിയ്യാത്ത് ഒഴികെ എല്ലാ ഇരുത്തത്തിലും. അങ്ങനെ പൂരിപ്പിക്കാനും വരാം. ഇനി നോക്കാം. വിരലുകൾ നിവർത്തി കാൽ മുട്ടോടടുത്ത് തുടയിൽ കൈവെക്കലും റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് ചൊല്ലലും സുന്നത്താണ്. നോക്കിക്കോ, ഇവിടെ കണ്ടില്ലേ ഈ കുട്ടി കൈ വെച്ച് കണ്ടില്ലേ? 2 കൈയോടെ വെച്ചാണ് തുടയില്, മുട്ടിനോടടുത്താണ് അല്ലെ. മുട്ടിനോടടുത്തല്ലേ? അപ്പൊ അതാ പറയണേ എന്ത്? വിരലുകൾ നിവർത്തിയിട്ടല്ലേ വെച്ചിട്ടുള്ളത്. കണ്ടോ? വിരലുകൾ നിവർത്തി കാൽ മുട്ടോടടുത്ത് തുടയിൽ കൈവെക്കുക. അപ്പൊ കൈവെക്കേണ്ടത് തുടയിലാണ് കൈവെക്കുന്നത്. പക്ഷെ മുട്ടിനോടടുത്താണ്. അതാ പറയണത്. വിരലുകൾ നിവർത്തി കാൽ മുട്ടോടടുത്ത് തുടയിൽ കൈവെക്കലും റബ്ബിഗ്ഫിർലി, അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫി. ഇത് പഠിക്കാത്തവർ ഞാൻ പഠിക്കട്ടെ, ഇത് എന്തായാലും പൂരിപ്പിക്കാൻ വരും. റബ്ബിഗ്ഫിർലി പൂരിപ്പിക്കാൻ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ചില കുട്ടികൾ 3ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച് ചിലപ്പോൾ 4ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 4ാം ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും പരീക്ഷയ്ക്ക് വരും. അപ്പോൾ അത് പഠിക്കുക. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി സുന്നത്താണ്. അപ്പോ വിരലുകൾ നിവർത്തി കാൽ മുട്ടോടടുത്ത് തുടയിൽ കൈവെക്കലും റബ്ബിഗ്ഫിർലി ചെല്ലുന്ന സുന്നത്താണ്. അപ്പൊ നമ്മൾ 8ാമത്തെ പഠിച്ചെടുത്ത് 9 എന്താ? അനക്കം അടങ്ങലാണ് തുമഇനീനത്ത്. അനക്കം അടങ്ങാം എന്താണ്? ചലനമടങ്ങൽ. അപ്പൊ തുമഇനീനത്തിന് 2 അർത്ഥം പഠിച്ചു വെക്കുക. എന്താണ്? അനക്കം അടങ്ങൽ, ചലനമടങ്ങൽ. അപ്പൊ ചലനമടങ്ങലാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതൽ. കാരണം ഈ വർഷം പുസ്തകം മാറിയപ്പോൾ പുതിയ വാക്കായിട്ട് വന്നതാണ് ചലനമടങ്ങൽ. കഴിഞ്ഞ വർഷത്തെ 4ാം ക്ലാസ്സിലെ പുസ്തകത്തിലും 3ാം ക്ലാസ്സിലെ പുസ്തകത്തിലൊന്നും ചലനമടങ്ങൽ എന്നുള്ള വാക്കില്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ചലനമടങ്ങൽ പ്രത്യേകം പഠിക്കുക. അനക്കമടങ്ങൽ, ചലനമടങ്ങൽ, തുമഇനീനത്ത് എല്ലാം ഒന്ന് തന്നെ. അപ്പോ
തുമൈനീനത്ത് വേണ്ടത് 4 സ്ഥലത്താണ്. ഞാൻ ഇവിടെ ABCD ഇട്ടിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ റുക്കൂഇല്, ഇഅ്തിദാല്, സുജൂദുകൾ, ഇടയിലെ ഇരുത്തം. അതായത് നമ്മൾ റുക്കൂ ചെയ്താൽ, നിസ്കാരത്തിൽ റുക്കൂ ചെയ്താൽ പിന്നെ എവിടേക്കാ പോവാ? എഴുത്തിദാലില്. അപ്പൊ റുക്കൂവും എഴുത്തിദാല് കഴിഞ്ഞ് നമ്മൾ എവിടേക്കാ പോവാ? സുജൂദിലേക്ക്. അപ്പൊ റുക്കൂ, എഴുത്തിദാല്, സുജൂദ്. പിന്നെ സുജൂദ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുക ചെയ്യുക, ഇടയിലെ ഇരുത്തം. അപ്പൊ റുക്കൂ, സുജൂദ്, പിന്നെ റുക്കൂ, എഴുത്തിദാല്, സുജൂദ്, ഇടയിലെ ഇരുത്തം. മനസ്സിലായില്ലേ? അതാണ് 4 ഇതിൽ എന്താ പറയണേ? എന്നിവയിൽ ചലനമടങ്ങൽ ഫറലാണ്. അപ്പൊ പൂരിപ്പിക്കാൻ വരും. എന്നിവയിൽ ചലനമടങ്ങൽ സുന്നത്താണ്, ഫറലാണ്. ഏതാ ശരി? ഫറലാണ്. തുമൈനീനത്ത് ഇല്ലാത്ത നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലവട്ടം മടക്കി നിസ്കരിപ്പിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. തുമൈനീനത്ത് ഇല്ലാത്ത നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ് എന്താ? പലവട്ടം മടക്കി നിസ്കരിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി നിസ്കരിപ്പിച്ചിട്ടുണ്ട്. എന്ത്? തുമൈനീനത്തില്ലാത്ത നിസ്കാരം. ഇത് രണ്ടും നിങ്ങൾ നല്ലോണം പഠിക്കുക. അപ്പൊ തുമൈനീനത്ത് എന്താണ്? തുമൈനീനത്ത് വേണ്ട സ്ഥലങ്ങൾ എവിടെ? പിന്നെ തുമൈനീനത്ത് ഇല്ലാത്ത നിസ്കാരം നബി തങ്ങൾ മടക്കി. ഈ 3 പോയിന്റ് ഈ പാഠത്തിന് ഈ തുമൈനീനത്തിന്റെ പാഠത്തിന് പഠിക്കണം. കാരണം തുമൈനീനത്ത് പരീക്ഷയ്ക്ക് ഷുവർ ചോദ്യമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ ചോദ്യം എന്തായാലും ഉണ്ടാവും. കാരണം എല്ലാ വർഷവും വരുന്ന ചോദ്യമാണത്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ 7, 8, 9 പഠിച്ചത്. 7ാമത്തെ എന്തായിരുന്നു? 2 സുജൂദ് ചെയ്യൽ, പിന്നെ 2 സുജൂദുകൾക്കിടയിൽ ഇരുത്തം, 9 തുമൈനീനത്ത്. അടുത്ത ഇഫ്തിറാഷിന്റെ ഇരുത്തം ചോദ്യോത്തരം എഴുതാനാണ്. ഉത്തരം എഴുതാം. ഇഫ്തിറാഷിന്റെ ഇരുത്തം വേണ്ടത് എവിടെയെല്ലാം? എന്താ ഉത്തരം? അവസാനത്തെ അത്തഹിയ്യാത്ത് ഒഴികെയുള്ള എല്ലാത്തിലും. അല്ലെ? ഇവിടെ അവസാനത്തെ അത്തഹിയ്യാത്ത് ഒഴികെ എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തം. അടുത്തത് ഇടയിലെ ഇരുത്തം കൈ എവിടെ എങ്ങനെ വെക്കണം? എങ്ങനെ വെക്കേണ്ടത്? വിരലുകൾ നിവർത്തി കാൽ മുട്ടോടടുത്ത് തുടയിൽ. ഇതാണ് അതിന്റെ ഉത്തരം. വിരലുകൾ നിവർത്തി കാൽ മുട്ടോടടുത്ത് തുടയിൽ. അടുത്തത് തുമൈനീനത്ത് വേണ്ടത് എവിടെയല്ല? ഞാൻ ABCD ഇട്ടില്ല, അതാണത്. അടുത്ത് ചെയ്തു പരിശീലിക്കാം, പൂർത്തിയാക്കാം. റബ്ബി ഗഫിർലി. അപ്പൊ ഇതാണ് ഈ പാഠം. വളരെ സിമ്പിൾ പാഠാണ്. എല്ലാവരും നന്നായി പഠിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.